വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ബി.ജെ.പിയുടെ കോട്ടയിൽ ശക്തമായ തിരിച്ചടികൾ നൽകാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന സംസ്ഥാനം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ വേദിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയവും വികസന അജണ്ടയും ചേർത്തിണക്കി ബി.ജെ.പി അസമിനെ ശക്തമായ താവളമായി പരിവർത്തനം ചെയ്തു കഴിഞ്ഞു. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള കഠിന പോരാട്ടത്തിലാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിൽ NDA പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും മറ്റ് പ്രാദേശിക പാർട്ടികൾക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. 2021 തിരഞ്ഞെടുപ്പ് അസം രാഷ്ട്രീയത്തിൽ നിർണായകമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്കും കോവിഡ് പ്രതിസന്ധിക്കുമിടയിലായിരുന്നു സംസ്ഥാനം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പൗരത്വ നിയമത്തിന്റെ വലിയ പരീക്ഷണങ്ങൾ നടന്ന അസമിൽ അധികാരം നിലനിർത്തേണ്ടത് ബി.ജെ.പിയെ സംബന്ധിച്ചും നിർണായകമായിരുന്നു. പക്ഷേ പ്രകടന പത്രികയിൽ ഇക്കാര്യം മൗനം പാലിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. പകരം അടിത്തട്ടിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് രഹസ്യ മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്തു. അതോടെ പൗരത്വ വിഷയം തന്നെയാണ് ബി.ജെ.പിയെ വീണ്ടും ഭരണത്തിലെത്തിച്ചതെന്ന് പറയാം. ഇതേ വിഷയം ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന് വഴി തുറക്കുമെന്നും അതുവഴി വോട്ടുകൾ പെട്ടിയിലാക്കാമെന്നും കരുതിയ കോൺഗ്രസിനെ പിഴയ്ക്കുകയും ചെയ്തു. വികസന ഹിന്ദുത്വ മുദ്രാവാക്യങ്ങൾ ഒരുമിച്ചുയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി.ജെ.പി നയിച്ച NDA സഖ്യം ഭരണവിരുദ്ധ വികാരം മറികടന്നാണ് വിജയത്തിലെത്തിയത്. ആകെയുള്ള 126 സീറ്റുകളിൽ 75 സീറ്റുകൾ നേടിയത് NDA സഖ്യം ഭരണം നിലനിർത്തിയത്. ഇതിൽ ബി.ജെ.പി ഒറ്റയ്ക്ക് മാത്രം 60 സീറ്റുകൾ നേടി. സംസ്ഥാനത്ത് അവരുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ അസം ഗണപരിഷത്ത് 9 സീറ്റുകളും UPPL 7 സീറ്റ് നേടി. 44.51% വോട്ടുകൾ നേടാനും NDA സഖ്യത്തിന് സാധിച്ചു. ഭരണം പിടിക്കാമെന്ന് കണക്കുകൂട്ടി UDF, ഇടതു പാർട്ടികൾ, BPF എന്നിവരെ കൂട്ടുപിടിച്ച് മഹാജോത സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന് പക്ഷേ അടിതെറ്റി. 50 സീറ്റുകൾ മാത്രമാണ് സഖ്യത്തിന് ലഭിച്ചത്. കോൺഗ്രസ് 29 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. IUDFുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ സഖ്യം പലയിടങ്ങളിലും തിരിച്ചടിയായി. 16 സീറ്റുകളിലാണ് IUDF വിജയിച്ചത്. തരുൺ ഗൊഗോയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ജനപ്രിയനായ നേതാവില്ലെന്നതും കോൺഗ്രസിന് വെല്ലുവിളിയായി. അസമിൽ തുടർച്ചയായി 2ാം തവണയും ഒരു കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വരുന്നത് ആദ്യമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ് സോനോവാളിന്റെയും മുതിർന്ന നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നേതൃത്വത്തിലാണ് ബി.ജെ.പി 2021 തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്ന ചോദ്യം. ബി.ജെ.പി സർക്കാരിന്റെ സൗമ്യമുഖമായിരുന്നു സോനോവാൾ. പക്ഷേ താഴെത്തട്ടിൽ പാർട്ടിയെ വളർത്തുന്നതിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രധാന ശക്തിയാകുന്നതിലും വലിയ പങ്ക് വഹിച്ചത് ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു. ഇതോടെ ചർച്ചകൾക്കൊടുവിൽ സോനോവാൾ മാറി നിൽക്കുകയും ഹിമന്ത ബിശ്വ ശർമ്മ അസമിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അസമിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ശൈലി തന്നെയാണ് അതോടെ മാറിയത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തദ്ദേശീയരായ അസാമിക്കാരുടെ രാഷ്ട്രീയ നിലപാടുകൾ, മതപരമായ ധ്രുവീകരണം, വികസന രാഷ്ട്രീയം എന്നിവയെല്ലാം ചർച്ചയായേക്കും. തദ്ദേശീയരായ അസാമീസ് ജനവിഭാഗവും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം കുടിയേറ്റക്കാരും തമ്മിലുള്ള വേർതിരിവ് രാഷ്ട്രീയത്തിൽ പ്രകടമാണ്. ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമ ഭേദഗതിയും ഇപ്പോഴും അസമിലെ കത്തുന്ന വിഷയങ്ങളാണ്. പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായ ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ചുരുക്കത്തിൽ അസം രാഷ്ട്രീയം ഇപ്പോൾ ഹിമന്തയെ ചുറ്റിപ്പറ്റിയാണ് കടന്നു പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും സ്വത്വരാഷ്ട്രീയവും പൗരത്വ വിഷയങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അസമിന്റെ ഭാവി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.